നിരാശനാവണ്ട, വരാൻ പറ നബിയെ വൈശിയോട്. പറ, ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, തീർച്ച സകല പാപങ്ങളും പൊറുക്കുന്നവനാണ് അല്ലാഹ് എന്ന് പറ നബിയെ. വഹുവൽ ഗഫൂറുർ റഹീം, അല്ലാഹു ഗഫൂറാണ് റഹീമാണ്. എന്റെ അടിമയെ അറിയിക്ക് നബിയെ. എന്റെ അടിമ വരട്ടെ, പാപമോചനത്തിന്റെ വഴിയിൽ എന്റെ അടുത്ത് മാപ്പ് കിട്ടുമെന്ന് പ്രതീക്ഷയിൽ വരുന്ന അടിമ വരട്ടെ നബിയെ. ഞാൻ പൊറുക്കുന്നവനാ, ഞാൻ കൃപ കാണിക്കുന്നവനാ. എന്റെ അടിമകൾക്ക് ഞാനല്ലാതെ വേറെ ആരുണ്ട് നബിയെ? മൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. വരാൻ പറ നബിയെ. റസൂലുള്ളാഹി തങ്ങൾ വയസ്സിക്ക് എഴുതാൻ ഉത്തരവിട്ടു. വയസ്സി വന്നു, കോലം മാറിയിട്ടാ വന്നത്. വഴിയിൽ നിന്ന് സഹാബാക്കൾ കണ്ടാൽ പൊടിയാക്കി കളയും. അത്ര അരിശത്തിൽ കിടക്കുകയാണ് എല്ലാവരും. ഹംദത്തിനോട് അത്ര ഇഷ്ടമായിരുന്നു എല്ലാവർക്കും. അതുകൊണ്ട് തന്നെ വയസ്സി മുഖമൂടി ധരിച്ച് ആൾമാറാട്ടം നടത്തിയിട്ടാണ് വന്നത്. കാരണം അഷ്റഫുൽ ഖൽക്കിന്റെ മുമ്പിൽ എത്തിയാൽ സുരക്ഷിതത്വം കിട്ടുമെന്ന് വയസ്സിക്കറിയാം. പക്ഷെ അതിനു മുമ്പ് സഹാബാക്കൾ ആരെങ്കിലും വഴിക്കുന്നത് കണ്ടാൽ സംഗതി അപകടമാണ്. വയസ്സി അഷ്റഫുൽ ഖൽക്കിന്റെ മുമ്പിലെത്തി, മുഖമൂടി മാറ്റി. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. പ്രകിൽ നിന്ന് സഹാബാക്കൾ വയസ്സിയാണെന്ന് തിരിച്ചറിഞ്ഞു. വയസ്സിയുടെ കലിമത്ത് ഷഹാദ ചൊല്ലി ഇസ്ലാമോടുകൂടി കഴിഞ്ഞു പോയതെല്ലാം പുറത്തു കിട്ടി, മാപ്പാക്കി കിട്ടി. സഹാബാക്കൾ വിളിച്ചു അല്ലാഹു അക്ബർ. ഇപ്പോൾ ആരാണ് വയസ്സി? മഹാനായ ഇമാം വഹ്ശി റളിയല്ലാഹു അൻഹു. അറിയില്ലാകെ ഇതാണ് അല്ലാഹ്, ഇതാണ് സഹോദര അല്ലാഹ്. ഈ അല്ലാഹുവിന്റെ ഇടയിൽ എന്തിനാ നമുക്കൊരു പവർ സ്റ്റേഷൻ? നമുക്ക് എന്തിനാ ഒരു ട്രാൻസ്ഫോമർ? ഇത്രയും കടുപ്പം നമ്മളാരും ചെയ്തിട്ടില്ലല്ലോ. കടുകടുത്ത കുരുത്തക്കെടുത്തിട്ട് അഷ്റഫുൽ ഖൽക്കിന്റെ മുഖത്തെ നോവിച്ച വയസ്സിക്ക് പോലും അല്ലാഹു തആല ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ആ അല്ലാഹു പോരെ എന്നാ നമ്മളോട് അല്ലാഹു തആല ചോദിക്കുന്നത്. അലൈസ അല്ലാഹു ബികാഫിൻ അബ്ദാ, ഈ അല്ലാഹ് പോരെ നിങ്ങൾക്കും? അപ്പോൾ നമുക്ക് പറയാൻ കഴിയണം, ഹസ്ബി അല്ലാഹ്, അല്ലാഹ് മതി എനിക്ക്. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ വേറെ ഒരു മഅബൂദുമില്ല. എന്തുകൊണ്ട്? വഹുവ റബ്ബുൽ അർശിൽ അളീം, അവൻ അർശിന്റെ റബ്ബാണ്. അവനെല്ലാ അധികാരമുണ്ട്. അവനെ ചോദ്യം ചെയ്യാൻ ആരുമില്ല, അവനെ ഭരിക്കാൻ ആരുമില്ല. അവനാണ് അർശിന്റെ റബ്ബ്. അവനെയാണ് ഞാൻ പിടിച്ചിരിക്കുന്നത്. എങ്കിൽ പിന്നെ അവനിക്ക് പകരം വേറെ ആരാണ് ആ സ്ഥാനത്ത് വെക്കാൻ പറ്റുക? ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, ഇത് തിരിച്ചറിയാൻ സാധിക്കണം. ചരിത്രത്തിൽ ആദ്യമായി അല്ലാഹുവിനെ കൂടാതെ ഒരു മഹാനായ സഹാബി അലി റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ അവതാരമാണെന്നും പറഞ്ഞ്, അല്ലാഹുവിന്റെ സ്വന്തക്കാരനാണെന്നും പറഞ്ഞ്, അല്ലാഹ് അവതരിച്ചിട്ടുണ്ട് അലിയിലെന്ന് പറഞ്ഞ്, അലിയിലൂടെയാണ് അല്ലാഹ് കാര്യങ്ങൾ നടത്തുക എന്ന് പറഞ്ഞ്, അലി അറിയാതെ ഒരു കാര്യം അല്ലാഹ് നടത്തൂല എന്ന് പറഞ്ഞ് അലിയെ വിളിച്ചു അവർ. യാ അലി, യാ അലി, യാ അലി. ഇസ്ലാമിക ചരിത്രത്തിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ അള്ളാഹുവിനെ കൂടാതെ ഒരു മഹാനായ വ്യക്തിയെ വിളിച്ച് ആവശ്യം പൂർത്തിയാക്കാൻ ആഗ്രഹിച്ച ആദ്യത്തെ വിളി അലിയുടെ വിളിയായി, അലിയെ പറ്റിയുള്ള വിളിയായിരുന്നു. അവർക്കാണ് നാം ഷിയാക്കൾ എന്ന് പറയുന്നത്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, തുടർന്ന് ചരിത്രം മുന്നോട്ട് പോയി. അലിയിൽ നിന്ന് വിഷയം ഹുസൈനിലേക്ക് എത്തി. കർബല രക്തക്കളത്തിൽ ഹുസൈന്റെ രക്തസാക്ഷിത്വം താങ്ങാൻ കഴിയാത്ത ഷിയത്തു അലിയുടെ രണ്ടാം തലമുറക്കാരായ തീവ്രവാദികൾ ഹുസൈനെയാണ് ആ സ്ഥാനത്തിറക്കിയത്. തൽക്കാലം അലിയെ വിട്ടു. ഇപ്പോൾ അവരെ വിളിച്ചു യാ ഹുസൈൻ, യാ ഹുസൈൻ, യാ ഹുസൈൻ. ലൈറ്റും കെടുത്തിട്ട് 1000 അല്ല 10,000 നമ്മളെ വിളിച്ചു. അവർ വിളി മാത്രമല്ല, വാള് കൊണ്ടവർ കൊത്തി, ബ്ലേഡ് കൊണ്ടവർ മുറിച്ചു. അതെ, യാ ഹുസൈന്റെ പാർട്ടി കുത്തിനും മുറിയിലും എത്തിയില്ല. അവർ വെറും വിളിയിൽ മാത്രം. യാ ഹുസൈന്റെ പാർട്ടി കുത്തിലും മുറിയിലും എത്തി. അത് നമ്മളത്തേക്ക് എത്തിയ രീതിയാണ് നാം പഠിക്കേണ്ടത്. യാ ഹുസൈൻ, യാ അലി. ഇതായിരുന്നു നൂറ്റാണ്ടുകളോളം ഈ മുസ്ലിം ഉമ്മത്തിലെ വിഘടിതർ അള്ളാഹുവിന് പകരം ഈ ഉമ്മത്തിനെ പരിചയപ്പെടുത്തി കൊടുത്ത ശക്തികൾ. അവരെ ഹജ്ജിന്റെ വേളയിലും വിളിച്ചു യാ ഹുസൈൻ, യാ ഹുസൈൻ. അലി, യാ അലി, യാ അലി. പ്രസവ വേദന വിട്ട് കിടക്കുന്ന പെണ്ണിന്റെ മുമ്പിൽ പെട്ട് വിളിക്കാൻ പറഞ്ഞു യാ ഹുസൈൻ, യാ അലി. രോഗം പിടിച്ച് കിടക്കുന്നവർക്ക് പോയിട്ട് വിളിക്കാൻ പറഞ്ഞു യാ അലി, യാ അലി. പുരോഹിതന്മാര് നേർച്ചയാക്കാൻ പറഞ്ഞു അലിയെ വിളിക്കാൻ.
രോഗം പിടിപെട്ട് കിടക്കുന്ന ഉമ്മമാരോട് പോയി 1000 തവണ 10000 തവണ അലിയെ വിളിച്ചാൽ അലി ഹാജരാകും. അലി അള്ളാന്റെ അവതാരമാ. വിളിപ്പിച്ചു അവർ അലിയെ. അത് കഴിഞ്ഞിട്ട് ഹുസൈനെ വിളിപ്പിച്ചു അവർ. ഏതാണ്ട് കുരിശ് വിപ്ലവം വിജയിക്കുന്ന കാലം വരെ, 16-ാം നൂറ്റാണ്ട് വരെ, കുരിശ് വിപ്ലവം വിജയിക്കുന്നത് വരെ വിളിപ്പിച്ചു സമൂഹത്തെ കൊണ്ട് പേർഷ്യൻ രാജാക്കന്മാർ. പേർഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന രാജാക്കന്മാർ, ആ രാജാക്കന്മാരെ താങ്ങി നിർത്തിയ പുരോഹിതന്മാർ, അവരാണ് യാ ഹുസൈനെയും യാ അലിയെയും ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തത്. ഇന്ത്യക്കാർക്ക് പരിചയമില്ലാത്തൊരു ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് ശീലമില്ല. ഇസ്ലാം കിട്ടിയ നാള് മുതൽ അവർ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് ശീലമുണ്ടായിട്ടില്ല. അവർക്ക് അങ്ങനെ ഒരു പരിശീലനം ഇസ്ലാമിക സമൂഹത്തിൽ നിന്നുണ്ടായിട്ടില്ല. മുഹമ്മദ് ബിൻ ഖാസിമു സഖഫി വടക്കേ ഇന്ത്യക്കാർക്ക് അത് പഠിപ്പിച്ചിട്ടില്ല. മാലിക്കുദ്ദീനാർ റഹ്മത്തുള്ളാഹി അലൈഹി കേരളക്കാർക്കും അത് പഠിപ്പിച്ചിട്ടില്ല. മധ്യകാലഘട്ടത്തിൽ പേർഷ്യക്കാർ രാജ്യം ഭരിക്കുന്നവരായി. നമുക്കറിയാം ഇസ്ലാമിക ചരിത്രം. മുഹമ്മദ് മുസ്തഫ തങ്ങളിൽ നിന്ന് ആദ്യത്തെ 400 കൊല്ലക്കാലം ഇസ്ലാമിന്റേതാണ്. ആ 400 കൊല്ലക്കാലം ഒരു മുസീബത്തുമില്ലാതെ മുന്നോട്ട് പോയി. മഅസിയത്തുകളും ഫിസ്കുകളും ഉണ്ടായിരുന്നു. ഷിർക്കിലും കുഫറിലും ഉമ്മത്ത് സാവധാനത്തിലാണ് എത്തിയത്. വളരെ രഹസ്യമായിട്ടാണ് എത്തിയത്. 400 കൊല്ലക്കാലം. രണ്ടാമത്തെ 500 കൊല്ലക്കാലം മുസ്ലിം ഭരണാധികാരികളുടെ കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിലാണ് പൗരോഹിത്യത്തിന്റെ സപ്പോർട്ടോടെ പേർഷ്യൻ രാജാക്കന്മാർ സമൂഹത്തെ വിവരക്കേടിലും ജഹാലത്തിലും തളക്കാൻ തുടങ്ങിയത്. അതോടുകൂടിയാണ് യാ ഹുസൈനും യാ അലിയും ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെട്ടത്. ഇന്ത്യ രാജ്യത്തുള്ള ജനങ്ങൾ, വടക്കേ ഇന്ത്യയിലെ ജനങ്ങൾ, പ്രത്യേകിച്ചിട്ട് സൂറത്ത് പോലെയുള്ള സ്ഥലം, അഹമ്മദാബാദ് പോലെയുള്ള സ്ഥലം, അവിടെയുള്ള പൗരാണിക മുസ്ലിമീങ്ങൾ, 600, 700, 1000 കൊല്ലം മുമ്പുള്ള മുസ്ലിമീങ്ങൾ ലൈറ്റും കെടുത്തിട്ടവർ യാ അലി വിളിച്ചു, യാ ഹുസൈനെ വിളിച്ചു. അവർ അവിടെ ആവശ്യങ്ങൾ ആ രീതിയിൽ പൂർത്തിയാക്കാൻ അള്ളാഹുവിന് പകരം അവർ ശീലിച്ചു. തെക്കേ ഇന്ത്യയിലേക്ക്, കേരളം പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് അത് കടന്നു വരുമ്പോഴേക്കും കുരിശ് വിപ്ലവത്തിന് ശേഷമുള്ള പടിഞ്ഞാറിന്റെ ശക്തിയെ മഹാനായ വെളിയങ്കോട്ട് ഉമർ ഖാദിയെ പോലെയുള്ള പണ്ഡിതന്മാർ കേരളക്കരയിലെ മുസ്ലിമീങ്ങൾക്ക് വേർതിരിച്ച് മനസ്സിലാക്കി കൊടുത്തു. ബ്രിട്ടീഷുകാരും ഷിയാക്കളും തമ്മിലുള്ള ബന്ധവും അവരുടെ ആചാരവും അവരുടെ അനുഷ്ഠാനവും നമുക്ക് യോജിച്ചതല്ലെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ ഭൗതിക ശക്തികൾ അതിന് പകരം ഇനി കേരളക്കാരായ മുസ്ലിമീങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. യാ ഗൗസ് യാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. എന്തിന്റെ ബാക്കി? ആരെ തുടർച്ച? ചരിത്രത്തിൽ ഏതിനോടാണ് അനുബന്ധം? ചരിത്രത്തിൽ ആരുമായിട്ടാണ് ഇവർക്ക് ബന്ധം? 200 കൊല്ലം മുമ്പ് മദ്രാസിലെ കായൽ പട്ടണക്കാരനായ സദഖത്തുള്ള പഴയ രാജാക്കന്മാര് യാ അലി യാ ഹുസൈൻ എന്ന് പഠിപ്പിച്ചത് ഷിയാക്കളാണെന്ന വേർതിരിച്ചറിവ് ലോകത്തിനുണ്ടായി. 1 ലോകമഹായുദ്ധത്തോടെ, പ്രത്യേകിച്ചിട്ട് കുരിശ് വിപ്ലവത്തോടെ, 16-ാം നൂറ്റാണ്ടോടെ ഷിയാ സമൂഹത്തിന്റെ വകയാണിത് എന്ന് കണ്ടറിഞ്ഞ തെക്കേ ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ യാ അലിയും യാ ഹുസൈനും വിളിക്കാൻ മെനക്കെട്ടില്ല. പടിഞ്ഞാറൻ ശക്തികൾ, സാമ്രാജ്യത്വ ശക്തികൾ സാധാരണക്കാരന്റെ മനസ്സിനെ സ്വാധീനിക്കാൻ യാ ഹുസൈന് പകരം, യാ അലിക്ക് പകരം യാ അബ്ദുൽ ഖാദിർ ജീലാനിയെ പരിചയപ്പെടുത്തി കൊടുത്തു. യാ ഹുസൈന് പകരം യാ അഹമ്മദ് അൽ കബീർ റിഫായിയെ പഠിപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? അലിയെ വിളിക്കുന്നവർ അവർ അക്രമത്തിന് മുതിർന്നില്ല, അവര് വാളും കൊന്തും കൊണ്ട് കുത്തിയില്ല. അതുകൊണ്ട് മുഹമ്മദ് അബ്ദുൽ ഖാദിർ ജീലാനിയുടെ വഴികളിൽ റാത്തീബിന്റെ ദിക്റയുണ്ടായുള്ളൂ, കുത്തുമുറി ഉണ്ടായില്ല. എന്തുകൊണ്ട്? അലിയിൽ നിന്ന് കിട്ടിയവർ. നേരെ മറിച്ച് ഹുസൈന്റെ അനുയായികൾ അവര് വാളും കുത്തും മുറിയും കൊണ്ടവരാ. അവർ റിഫായി ഷേഖിന്റെ പേരും പറഞ്ഞ് കുത്രാത്തീബ് ഉണ്ടാക്കി. ആരോടാണ് ചരിത്രപരമായ യോജിപ്പ്? ആരുമായിട്ടാണ് ചരിത്രപരമായ ബന്ധം? ഇവിടെയാണ് നാം ഒരു വേർതിരിച്ചറിവിന് തയ്യാറാവേണ്ടത്. ഇവിടെയാണ് ഇൽമും ജഹലും തമ്മിൽ വേർപിരിയേണ്ടത്. പൗരോഹിത്യം വേർതിരിക്കാൻ മെനക്കെടൂല. കാരണം പൗരോഹിത്യത്തിന്റെ ആർത്തി തീരാനും അലസ തീരാനും കാമം തീരാനും തീർച്ചയായിട്ടും ഈ സമൂഹത്തിലെ സാധാരണക്കാരന്റെ വിവരക്കേടിനെയും വിശ്വാസക്കുറവിനെയും ചൂഷണം ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അറിവിന്റെ തിരമാലകൾക്കുള്ളിലേക്ക് കടന്നു ചെന്ന് ഇൽമും ജഹലും വേർതിരിച്ചറിഞ്ഞ് മരിക്കുന്നതിനു മുമ്പ് പൂർവികന്റെ പാതയിലേക്ക് തിരിച്ചു പോകാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അത്